തൃശൂർ ജില്ലയിലെ കോടന്നൂർ ദേവാലയത്തിൽ വിശുദ്ധ കുർബാനയ്ക്കിടയിൽ വെള്ളരിപ്രാവ് ബലിപീഠത്തിലെത്തിയ ദൃശ്യങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ ചർച്ചയായി. പരിശുദ്ധാത്മാവ് പ്രാവിന്റെ രൂപത്തിലെത്തിയതാണെന്നുള്ള രീതിയിൽ ചർച്ചകളും തെറ്റിദ്ധാരണകളും ഉയർന്നതോടെ ഇടവക വികാരി ഇക്കാര്യത്തിൽ പ്രതികരണവുമായി രംഗത്തെത്തി. കഴിഞ്ഞ ദിവസം കോടന്നൂർ സെന്റ് ആന്റണീസ് ദേവാലയത്തിൽ ഇടവക വികാരി ഫാദർ ബൈജു കാഞ്ഞിരത്തെങ്കൽ വിശുദ്ധ കുർബാന അർപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു വെള്ള നിറത്തിലുള്ള പ്രാവ് ബലിപീഠത്തിൽ ഇടം പിടിച്ചത്. 3 മിനിറ്റോളം ബലിപീഠത്തിൽ നിന്ന പ്രാവ് പിന്നീട് പറന്നുപോയി. ദൃശ്യം സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചതോടെയാണ് ചർച്ചയായത്. പരിശുദ്ധാത്മാവ് പ്രാവിന്റെ രൂപത്തിൽ വന്നതാണെന്ന രീതിയിലായിരുന്നു പ്രചരണം. വിശുദ്ധ കുർബാനയ്ക്കിടയിൽ വൈദികൻ ചൊല്ലിയ പ്രാർത്ഥനകളും ചർച്ചയായതോടെ ഫാദർ ബൈജു കാഞ്ഞിരത്തെങ്കൽ ഇതേക്കുറിച്ച് ഷെക്കേന ടെലിവിഷനോട് പ്രതികരിച്ചു. ഞാനിപ്പോൾ കോടന്നൂർ പള്ളി വികാരിയാണ്. കഴിഞ്ഞ ദിവസം കുർബാന ചൊല്ലിയപ്പോൾ ബലിപീഠത്തിലൊരു പ്രാവ് വന്നിരുന്നു. അത് ശരിയാണ്. കുർബാന ലൈവ് സ്ട്രീമായിട്ട് കൊടുക്കാറുണ്ട്. പള്ളിയുടെ പുറത്ത് ഒക്കെ ആയിട്ട് പ്രാവും കൂടുകളും അതിന്റെ സീലിംഗിന്റെ ഇടയിൽ കുറെ പ്രാവുകളൊക്കെ ഉണ്ടാവാറുണ്ട്. പലപ്പോഴും പ്രാവുകൾ പള്ളിയിൽ പറന്ന് നടക്കാറുണ്ട്. ഗൃഹക്ഷണ പ്രാർത്ഥന ഞാൻ കുർബാൻ തക്സയിലോട്ട് അതുപോലെ തന്നെയാണ് അർപ്പിക്കാറ്. എന്നാൽ അന്ന് പ്രാർത്ഥനയിൽ പ്രത്യേക നിയോഗം കൂട്ടിച്ചേർത്ത് ശരിയാണെന്ന് ഞാനത് ന്യായീകരിക്കുന്നില്ല. ദൃശ്യങ്ങൾ ഇതിനോടകം 1 ലക്ഷത്തിലേറെ പേരാണ് സമൂഹ മാധ്യമങ്ങളിൽ കണ്ടത്. ഷെക്കേന ന്യൂസ് ബ്യൂറോ, തൃശൂർ.